ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ പപ്പു എന്നായിരുന്നു. ഞാനത് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് മീ മാന്ത്രിക എന്നാക്കിയിട്ടുണ്ട്. റീസൺ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഇപ്പം വിഷുവൊക്കെ അല്ലേ, എല്ലാവർക്കും വിഷുവൊക്കെ എത്തിയോ? അപ്പം നമുക്ക് വിഷുവിന് നമുക്കൊരു അമ്പലത്തിൽ പോകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഞാൻ അമ്പലത്തിൽ പോകണില്ല ഇപ്പം. നമുക്കൊരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണ്. അപ്പം കണ്ടാലോ? ഞാൻ തന്നെ ഒരു സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസും എൻ്റെ ഹസ്ബൻഡ് ഓണത്തിന് മേടിച്ചു തന്ന, അതായത് കഴിഞ്ഞ ഓണത്തിന്, ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള ഓണത്തിന് മേടിച്ചു തന്ന ഒരു സാരിയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലൗസ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അതിൻ്റേതായ കുറവുകൾ ഇതിന് കാണാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടേ ഇല്ല. എൻ്റെ അമ്മ തയ്ക്കുമായിരുന്നു, അത് കണ്ട് പഠിച്ചത് മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്ത് പോയി ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടേ ഇല്ല. അപ്പം അത് പഠിക്കാതെ കണ്ടാണ് ഞാൻ ഇത്രയും ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തതെന്ന് ഓർക്കണം. അപ്പം നമുക്ക് കണ്ടാലോ? വാ. അപ്പം ഞാൻ അണ്ടർ സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അണ്ടർ സ്കേർട്ടാണ് ഞാൻ ഇട്ടത്. നമ്മൾ ഷേപ്പ് കിട്ടാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഷേപ്പ് വെയർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പും, സാരി എപ്പോഴും നല്ല ഒതുങ്ങിയിരിക്കണമെങ്കിൽ ഇതേപോലെ ഉള്ള നല്ല ഇച്ചിരി വലിയുന്ന ടൈപ്പ് ഷേപ്പ് വെയർ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം സെറ്റ് സാരിക്ക് മാച്ചായിട്ടുള്ള പാവാടയല്ല ഇത്. എൻ്റെ കയ്യിലുള്ളൊരു പാവാട വെച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് സാരി ഡ്രിപ്പിങ്ങിലോട്ട് പോകാം. ഇതാണ് സാരി. ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിട്ട് നിന്ന സാരിയായിരുന്നു ഇത്. അപ്പം നമുക്ക് സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് സാരിയുടെ പല്ലു പോർഷൻ വന്നിട്ട്. ഇതിൽ വർക്കൊക്കെ ഉള്ള സാരിയാണ്. അപ്പം നമുക്ക് ഈ സാരിയാണ് ഗൈസ് നമ്മളിതിപ്പോൾ ഡ്രേപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഡ്രേപ്പ് ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം എല്ലാവരും പല രീതികളിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സാരി ഉടുക്കണേ എന്നുള്ളൊരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? വാ. ഫസ്റ്റ് നമ്മൾ സാരി നിവർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം സാരി നിവർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഭാഗം നമ്മുടെ മുന്താണിയാണ്. നമ്മളിങ്ങനെ ഞുറിച്ചെടുത്ത് ഇങ്ങോട്ടേക്ക് ഇടുന്ന അത്രയാണ് ഇത്. പിന്നെ നമ്മൾ ഈ സാരി ഇങ്ങനെ കറങ്ങി നല്ല ടൈറ്റായിട്ട് തന്നെ എടുത്തോ. നമ്മൾ ഇച്ചിരി ടൈറ്റ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ടൈറ്റായിട്ട് വേണം എടുക്കാം. ഈ മുന്താണി നമ്മൾ കുത്തുന്ന എവിടെയാണ് അവിടെ ഇത് വെച്ചിട്ട് ബാക്കി കൃത്യം നമ്മുടെ നേവലിൻ്റെ അവിടെ കിട്ടുന്ന അവിടെ ഒരു പിന്നും കൂടെ നമ്മളിങ്ങനെ ഒരു പിന്ന് നമ്മൾ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇപ്പം ഇവിടെ പിന്ന് കുത്തി, ഇവിടെ പിന്ന് കുത്തി, നമ്മൾ കറക്കി എടുക്കുന്നിടത്ത് പിന്ന് കുത്തി. ഇനി ബാക്കി ഇത്രയും സ്ഥലത്താണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ടത്. ഇത്രയും സ്ഥലത്താണ് നമുക്ക് പ്ലീറ്റ്സ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ഇങ്ങനെ നമ്മൾ സാധാരണ ആ പിന്ന് കുത്തി എടുത്തുനിന്ന് എനിക്ക് എന്തോരം അളവാണ് പ്ലീറ്റ് വേണ്ടത് ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് എത്ര എണ്ണം പ്ലീറ്റ് വേണം അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. എനിക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റ്സ് ഇതിനകത്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അതെ എൻ്റെ ഭാഗം ഈ പിന്നിൻ്റെ അവിടെയും അല്ല, സ്റ്റാർട്ടിങ് ഭാഗം ഈ പിന്നിൻ്റെ അവിടെയും എൻ്റെ ഭാഗം ഈ പിന്നിൻ്റെ അവിടെയും വന്നു. കണ്ടോ? പ്ലീറ്റ് എടുത്തു കഴിഞ്ഞപ്പം സ്റ്റാർട്ടിങ് ഭാഗം ഈ പിന്നിൻ്റെ അവിടെയും എൻ്റെ ഭാഗം ഈ പിന്നിൻ്റെ അവിടെയും
വന്നിട്ടുണ്ട്. ഇനി ഈ പ്ലീറ്റ്സിനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ട് ഇവിടെ ഒരു പ്ലീറ്റ്സ് പോവാതിരിക്കാൻ നമുക്കൊരു പിന്ന് കുത്തി സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ അതേ നമ്മുടെ പ്ലീറ്റ്സ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഈ പ്ലീറ്റ്സിന് ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ട് അടുക്കിയെടുക്കണം. അതിന് നമ്മളിങ്ങനെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ ഓഫ് ആക്കിയിട്ടിട്ട് പ്ലീറ്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ പറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഫാൻ ഓഫ് ആക്കാം. ഇങ്ങനെ എല്ലാ പ്ലീറ്റ്സുകളും വരുന്ന രീതിയിൽ ഇങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ എടുത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നാ ചൂടല്ലേ, എല്ലാവരും എടുത്ത് ചൂടൊക്കെ ഉണ്ടോ? ഇങ്ങനെ വീച്ചെടുത്ത് കൊടുക്കുക. ഇങ്ങനെ കുറഞ്ഞാൽ തന്നെ ഒരുപാട് സെറ്റാകും. ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ എണ്ണം പ്ലീറ്റാണോ, എത്ര എണ്ണം പ്ലീറ്റാണോ നമുക്കുള്ളത് അത്ര എണ്ണം പ്ലീറ്റുകൾ ഇങ്ങനെ അടുക്കി ഓരോന്നായിട്ട് അടുക്കി എടുത്ത് അടുക്കി കിട്ടുന്ന ഭാഗത്തിട്ട് ഇങ്ങനെ ഒരു പിന്നെ കൊണ്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് അത് പൊട്ടി പിടിച്ചിട്ട് വീണ്ടും താഴത്തോട്ടുള്ളത് അടുക്കി എടുക്കുക. ഇങ്ങനെ അടുക്കി എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് പിടിക്കുക. പിന്നെ ഏറ്റവും എൻ്റെ പോർഷനിൽ നമ്മളൊരു പിന്ന് കൊടുക്കണം. അതെന്തിനാണെന്ന് ഞാൻ പറയാം. കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ജസ്റ്റ് ഒരു പിന്നെ കുത്തി കൊടുക്കുക. അത് അഴിച്ചു കളയാനുള്ള പിന്നാണ്. ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ പിന്നൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പ്ലീറ്റ്സ് എടുത്ത ഭാഗം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗം നല്ലതുപോലെ ഇതിപ്പം ഞാൻ അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് അയൺ ചെയ്ത് കാണിച്ചാൽ നമ്മൾ അയൺ എവിടെയാണോ നമ്മൾ ചെയ്യാനിരുന്നത്. ഞാനിപ്പോൾ ഞങ്ങളുടെ കട്ടിലാണ് ഇരുന്നത്. അപ്പം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ്. അപ്പം ഞാൻ അയൺ ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അയൺ ചെയ്യാം. കയ്യെ ഊരി കൊടുക്കാം. ഇങ്ങനെ ഊരി കൊടുക്കും. നല്ലപോലെ അയൺ ചെയ്ത് എടുക്കാം. നമ്മൾ ഫസ്റ്റ് ഈ പിന്നൂടെ ഒന്ന് ഊരി കൊടുക്കാം. നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലീറ്റ്സ് ഞാൻ നല്ലതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോളയിലോട്ട് വേണ്ട ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എന്തോരം സൈസാണോ നമുക്ക് വീതി വേണ്ടത്, അതായത് നമുക്ക് ഇങ്ങനെ തോളേ ഭാഗത്തായിട്ട് പോണതിന് എന്തോരം സൈസാണോ വീതി വേണ്ടത്
ആ അത്രയും വീതിയിൽ നമ്മൾ എടുത്തിട്ട്, എനിക്കിപ്പോൾ വീതി കുറച്ച് മതി, വീതി കുറച്ചുള്ളതാണ് എപ്പോഴും നല്ലത്. അവരവരുടെ ഇഷ്ടത്തിന് വീതി കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ച് എടുക്കാം. ഇങ്ങനെ എടുത്തു. ആദ്യം എടുത്താൽ ചിലപ്പോൾ കിട്ടാറില്ല. നമ്മുടെ ഇവിടെ ഇത് ഇങ്ങോട്ട് തന്നെ വരണം, ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും വരണം. എന്നിട്ട് നമ്മൾ അടിക്കടിയായിട്ട് താഴത്തോട്ടും ഇതേപോലെ തന്നെ എടുത്തു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ കുത്തിവെച്ച് പിന്ന് ഊരി എടുത്ത പ്ലീറ്റിൻ്റെ പൊക്കത്തോട്ട് കുത്തി കൊടുക്കാം. അപ്പം നമ്മൾ പുറയിലത്തെ പ്ലീറ്റും ഫ്രണ്ട് പ്ലീറ്റും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സാരി ഉടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈസി ആയിട്ട് ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൽ നമുക്ക് സാരി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത്രയും ഭാഗം ഉള്ളിലോട്ട് കയറ്റി വെച്ച് നമ്മൾ എടുത്ത് എവിടെയാണ് അവിടെ ടക്കിങ് ചെയ്ത് നല്ലപോലെ ടക്കിങ് ചെയ്ത് കൊടുത്ത് തോളിലോട്ട് വിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ എടുത്ത് താഴത്തോട്ടൊരു സേഫ്റ്റി പിന്നെ കൈക്കിട്ടുകൊണ്ട് ഗൈസ് സേഫ്റ്റി പിന്നെ കുത്തി ഇങ്ങനെ ഇത്രയും വെച്ചിട്ട് നമ്മുടെ എന്താണ് നമുക്ക് എവിടെയാണെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് വലിച്ച് നല്ലപോലെ ടൈറ്റാക്കിയിട്ട് ഇവിടെ നിന്നിങ്ങനെ എടുത്ത് ഇതിങ്ങനെ വലിച്ച് നമ്മുടെ ഇങ്ങനെ പാവാട കൂട്ടി പിന്നെ ഊത്തി കൊടുക്കുക. കൊടുത്ത ശേഷം ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ എടുത്തു കൊടുക്കുക. ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ എടുത്തു കൊടുത്ത് അവിടെയും ഒരു പിന്നെ കുത്തി വെക്കുക.
കൊടുക്കുക. എന്നിട്ട് ഈ പിന്ന് ഇതൊന്ന് അഴിച്ച് പയ്യനെ ഇത് പൊക്കി എന്തോരം വെച്ചാൽ എന്തോരാന്ന് വെച്ചാൽ ഇങ്ങനെ പ്ലീറ്റ്സ് അടക്കി നമ്മുടെ നെയിലിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് ടച്ചും ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ വിരിച്ച് വിരിച്ച് ഇങ്ങനെ പുറമെ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഞാൻ ബനിയൻ ഊരിയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം ഞാൻ ബനിയന് ഊരി ഇവിടെ ടക്കിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ സാരി ഉടുത്തു. ഇനി നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിലോട്ട് വെച്ചിട്ട് ഒക്കെ ഒന്ന് പീച്ചൊക്കെ നമ്മൾ സെറ്റൊക്കെ ആക്കി കൊടുക്കാം. വയറ് കാണണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് ഈ സൈഡിലെടുത്ത് ഇങ്ങനെ ഒരു ഈ ബ്ലൗസിലോട്ട് കോർത്ത് ഒരു പിന്ന് കുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല. അപ്പം ബാക്കൊക്കെ ഇങ്ങനെ സെറ്റപ്പാക്കി വെച്ച് കൊടുക്കാം. സൈഡും എല്ലാം ഉണ്ട്. അപ്പം ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഞാനൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരാം. ഇവിടുത്തെ പ്ലീറ്റും ഫ്രണ്ടിലത്തെ പ്ലീറ്റും എല്ലാം നല്ല പെർഫെക്റ്റാണ്.